പോസ്റ്റ് കോവിഡ് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ട്. അതും യങ്ങർ പേഷ്യൻസ് വരുന്നുണ്ട്. 2018 കഴിഞ്ഞ് 22 ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് യങ്ങർ പേഷ്യൻസുള്ള ഡെത്ത് കൂടിയിട്ടുണ്ട്. യങ്ങസ്റ്റ് പേഷ്യൻ ഞാൻ ബൈപ്പാസ് സർജറി 22 ഇയേഴ്സാണ്. 100% പറയുന്ന ഒരു കാര്യമുണ്ട്, പോസ്റ്റ് കോവിഡ് കാർഡിയക് പ്രോബ്ലംസ് കൂടി. ഡോക്ടർ ഇപ്പോൾ ഒരു 30+ ഇയേഴ്സ് ആയിട്ട് ഹൃദയത്തിൻ്റെ രംഗത്ത് തന്നെയാണ്. ഡോക്ടറുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിൻ്റെ ഈ അസുഖം വരാൻ, അവരുടെ ഹൃദയം മോശമാവാനുള്ള പല റീസൺസ് ഉണ്ടാവും. ഓവർ ദ പീരീഡ് ഈ കാരണങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, സെയിം തന്നെയാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ടെൻഷൻ ഓവർ ദ ടൈം സെയിം റിസ്ക് ഫാക്ടേഴ്സ് ആർ റിമൈനിങ് ദ സെയിം. പക്ഷേ മേ ബി പൊതുവെ പറയുന്ന റീസൺസ് ഇതൊക്കെയാണ്. അതൊക്കെ തന്നെയാണോ ഇപ്പോഴും റീസൺസ് ആയിട്ട് നിൽക്കുന്നത്? അതന്നെ മേ ബി ആഡഡ് ടു ദാറ്റ് പോസ്റ്റ് കോവിഡ് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ട്. അതും യങ്ങർ പേഷ്യൻസ് വരുന്നുണ്ട്. അത് ഓൾറെഡി ദർ ഇസ് ഇനഫ് നമുക്ക് സയൻറ്റിഫിക് എവിഡൻസസ് ഉണ്ട്. പോസ്റ്റ് കോവിഡിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്നത്. അപ്പോൾ അത് സഡൻ ഡെത്ത് ഉണ്ട്, അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക്, അക്യൂട്ട് MI മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരുന്നത് കൂടിയിട്ടുണ്ട്, ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ് കൂടിയിട്ടുണ്ട്, ഹാർട്ട് ഫെയിലിയർ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിറ്റി സ്റ്റഡീസ് ഉണ്ട്, ഇൻ്റർനാഷണലി നമ്മുടെയും കുറച്ച് സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഒന്ന് ഈ പറയുന്ന കാർഡിയോവാസ്കുലർ ഡിസീസ് കൂടിയിട്ടുണ്ട്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പോസ്റ്റ് കോവിഡ് 2018 കഴിഞ്ഞ് 22 ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് യങ്ങർ പേഷ്യൻസുള്ള ഡെത്ത് കൂടിയിട്ടുണ്ട്. അത് ലെസ് ദാൻ 30 ഇയേഴ്സിൻ്റെ ഒരു ഡേറ്റ ഉണ്ട്, ലെസ് ദാൻ 50 ഇയേഴ്സിൻ്റെ ഒരു ഡേറ്റ ഉണ്ട്. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോട്ടൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു നമ്മുടെ ഇവിടുത്തെ ഡേറ്റ 40% ബിലോ 50 ഇയേഴ്സാണ് ടോട്ടൽ മയോകാർഡിയൽ. അപ്പോൾ നമ്മുടെ അതാണ് 40 to 50% കേരളത്തിൽ മഹാരാഷ്ട്രയുടെ ഒക്കെ ഡേറ്റ ഉണ്ട്. അതായത് ലെസ് ദാൻ ടോട്ടൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡെത്തിൻ്റെ 40 to 50% ലെസ് ദാൻ 50 ഇയേഴ്സിലാണ്. അതാണ് കേരളത്തിൽ മഹാരാഷ്ട്ര ഇന്ത്യൻ ഡേറ്റ ഉള്ളൂ. പക്ഷേ ഓൾ ഓവർ ദ വേൾഡ് ഡേറ്റയിൽ ഓൾമോസ്റ്റ് ഡബിൾ റിസ്ക് ഉണ്ട്. അതായത് ഹസാർഡ് റേഷ്യോ എടുത്താൽ 1.9, ഓൾമോസ്റ്റ് ഡബിൾ റിസ്ക് ആണ് യങ്ങർ ഏജിൽ തന്നെ ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. US-ലൊക്കെ ഇത് ഇപ്പോൾ ചിലർ ഒരു ഇന്ത്യൻ ഫിസിഷ്യനാണ് അസീം ഗുപ്ത എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്പിറസി തിയറി ഒക്കെ ഉണ്ട്, വാക്സിനോ കോവിഡ് കാരണം. രണ്ട് ആർഗ്യുമെന്റ് ഉണ്ടല്ലോ അതിൽ. ഒന്ന് ഒരു സെറ്റ് ആൾക്കാർ പറയുന്നത് അത് വാക്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നും, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറയുന്നത് അത് കോവിഡ് വന്നവരിലുള്ള ലോങ് ടേം ഇമ്പാക്റ്റ് ആണെന്നുമാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഡിസ്കഷൻ നടക്കുന്നത് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഡൈമർ ടെസ്റ്റ് ചെയ്യണം, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കാർഡിയക് ഡിസീസ് വരുന്നുണ്ടോ, അങ്ങനെ ഒരു പേടി സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ ഒന്ന് നമുക്ക് ഡെഫിനറ്റ്ലി 100% പറയുന്ന ഒരു കാര്യമുണ്ട്, പോസ്റ്റ് കോവിഡ് കാർഡിയക് പ്രോബ്ലംസ് കൂടി, അതിന് ഒരു സംശയമില്ല. അത് ഹാർട്ട് അറ്റാക്ക്, ഈ പറഞ്ഞതുപോലെ ഫെറ്റീഗ്, അതെല്ലാം കൂടിയിട്ടുണ്ട്. അത് വൈ എന്നുള്ളതിനും കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതായത് ഒന്നൊരു ഈ കോവിഡ് കഴിഞ്ഞവരിൽ നമുക്ക് ഇൻഫ്ലമേഷൻ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബോഡിയിലൊരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ് എൻഡോത്തീലിയൽ ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് ത്രോംബോസിസ്, ക്ലോട്ട് ഫോർമേഷൻ, ഹാർട്ട് അറ്റാക്ക് കൂടി. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു കോവിഡ് ഓർ കോവിഡ് വാക്സിൻ. പക്ഷേ ഇഫ് നമ്മുടെ കുറച്ചൊരു 4 or 5 ലാൻഡ്മാർക്ക് മെയിൻ സ്റ്റഡീസ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കോവിഡ് വാക്സിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോവിഡ് വാക്സിൻ കൊണ്ടൊരു ഇഷ്യൂ ഉണ്ടെന്ന് ഇതുവരെ പ്രൂഫൊന്നും വന്നിട്ടില്ല. 100% പ്രൂഫ് ഒന്നുമില്ല. ഓക്കെ, ദർ ഇസ് സം വേരിയേഷൻ ഹിയർ ഓർ ദെയർ. പക്ഷേ ഒരിക്കലും ഒരു വാക്സിൻ കൊണ്ടും ഈ മയോകാർഡിയൽ ഇൻഫാക്ഷനോ ഹാർട്ട് റേറ്റ് ഡെത്തോ കൂടിയെന്ന് പറയില്ല. പക്ഷേ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് അതിലും കൂടുതലാണെന്ന് തന്നെയാണ് സ്റ്റഡീസ്. പക്ഷെ പോസ്റ്റ് കോവിഡ് ഡെഫിനറ്റ്ലി ഈ ലോങ് ടൈം പറഞ്ഞ പോലെ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ, ഹാർട്ട് അറ്റാക്കുകളും മരണനിരക്കുകളും കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഈ നമ്മൾ ഈ കണ്ടുവരുന്ന ജിമ്മിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിനകത്തൊരു കണക്ഷൻ? സഡൻ ഡെത്ത് യങ് ആൾക്കാരില്ല, അതും അതർവൈസ് ഫിസിക്കലി ആക്റ്റീവ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ചിലപ്പോൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യം കാണും. പ്രത്യേകിച്ച് ഫാമിലീസിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ അസുഖമുണ്ട്. മസിൽസ് തിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഔട്ട്ഫ്ലോയിലുള്ള മസിൽ തിക്കാവുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു സഡനായിട്ട് ഗ്രേഡിയൻറ്റ് കൂടി
ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് സഡനായിട്ട് ഹാർട്ടിൻ്റെ ഫിബ്രിലേഷൻ വന്ന് അറസ്റ്റ് അങ്ങനെ വരാം. എന്നുവെച്ചാൽ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയാണ് അതിലൊരു മെയിൻ ഇതായിട്ട്. പിന്നെ ഇത് നമുക്ക് ഈ ഹാർട്ടിന് പണ്ടും ഉണ്ട്, നമ്മൾ കൊച്ചിലൊക്കെ ആയിട്ടുള്ള ചില പെട്ടെന്ന് മരിച്ചതെന്ന് വെച്ചാൽ ഈ റൈറ്റ് വെൻട്രിക്കിളിന് ഒരു അബ്നോർമാലിറ്റി വന്നിട്ട് അതിൽ നിന്നൊരു ഒരു എന്താണ് ഈ കറണ്ട് പോകുന്നതിന് RV അബ്നോർമൽ RV റൈറ്റ് വെൻട്രിക്കുലർ മയോപ്പതിയുണ്ട്. അതിലും ഇതുപോലെ തന്നെ അരിത്മിയാസ് വരും. അല്ലെ ലോങ് ക്യൂറ്റി ECGയിലുള്ള നമ്മുടെ വേവ്സ് ഉണ്ട്, അതിലൊരു ലോങ് ക്യൂറ്റി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിലെല്ലാം നമുക്ക് സഡൻ ഡെത്തിന് ഓൾവേസ് റിസ്ക് ഉണ്ട്. മേ ബി നമ്മൾ ഒന്നും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഡേറ്റ കിട്ടുന്നതുകൊണ്ടുകൂടി ആയിരിക്കാം. ഓർ മേ ബി യങ്ങർ ജനറേഷൻ കുറച്ചുകൂടെ ഈ ജിമ്മും ബാക്കി പോകുന്നതോടുന്നത് എന്തുകൊണ്ടും ആകാം നമുക്കിത് കൂടുതൽ റിപ്പോർട്ടഡ് ആകും. പക്ഷേ അത് കോവിഡിന്റെ പ്രശ്നം കൊണ്ട് അർമിയ ഒരു റീസൺ ആവുന്നത്. അതെ, അർമിയ റീസൺ ആവുന്നത് കോവിഡിന്റെ പ്രശ്നം കൊണ്ടാണ്. മറ്റേതും ഡെഫിനറ്റ്ലി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്നതെല്ലാം നേരത്തെ എക്സസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഈ പോസ്റ്റ് കോവിഡ് വരുന്ന ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കൂടുതൽ. അപ്പോൾ പോസ്റ്റ് കോവിഡിന് വരുന്നതിൻ്റെ ഞാൻ പറഞ്ഞ റീസൺസ് ഉണ്ടല്ലോ, എൻഡോത്തീലിയൽ ഇൻഫ്ലമേഷനും അങ്ങനത്തെ ഇതൊക്കെ കൊണ്ട് ഹാർട്ട് അറ്റാക്കിന് യങ്ങർ ജനറേഷനിൽ റിസ്ക് കൂടിയിട്ടുണ്ട്. സോ അതടുത്ത റീസൺ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സോഷ്യൽ അതർ ആക്ടിവിറ്റി, അതായത് ഒന്ന് ഫുഡ് ഹാബിറ്റിലുള്ള ചേഞ്ചസ്, നേരത്തെ പറഞ്ഞ വേറെ ഒരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുടുംബങ്ങളും ഫാമിലിയും നാട്ടിൻപുറത്തൊക്കെ അതെല്ലാം മാറിയിട്ട് ഒന്ന് എഡ്യൂക്കേഷൻ്റെ സ്ട്രെസ്, ഈ പറഞ്ഞതുപോലെ ഒരു എൻട്രൻസ് ടെസ്റ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും പിള്ളേർ എന്തുമാത്രമാണ് സ്ട്രെസ്ഡ് ആകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു വർക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ വർക്ക് എൻവയൺമെൻറ്റ് സ്ട്രെസ്സുകൾ, അപ്പോൾ ആ ഒരു സ്ട്രെസ്സും വർക്കില്ലായ്മയും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന് ഉറക്കത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, ലേറ്റ് നൈറ്റ് ഗെയിമിങ്ങും അങ്ങനത്തെ ഇതൊക്കെ നിൽക്കും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മൾ കൂടുതൽ ഇതിലേക്ക് സ്ക്രീൻ ടൈം കൂടുന്തോറും നമ്മൾ മോർ സെഡൻറ്ററി ആകുകയാണ്. നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യത്തില്ല, നടക്കത്തില്ല, അങ്ങനെ ആ സെഡൻറ്ററി ലൈഫ് കൂടുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിന് ആഡഡ് ഫാക്ടേഴ്സ് ആകാം. ഈ 40% പറഞ്ഞല്ലോ, 50ക്ക് താഴെയുള്ളൂ. ഇതെല്ലാം ത്രോംബോസിസ് ഇൻഡ്യൂസ്ഡ് ആണോ കൂടുതലോ, അതോ ഈ കാൽസ്യം കൊളസ്ട്രോൾ ഡെപ്പോസിറ്റിന്റെ പ്രശ്നം വരുന്നുണ്ട്? കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് പേഷ്യൻ്റ് ഞാൻ ബൈപ്പാസ് ചെയ്തത് 22 ഇയേഴ്സാണ്. അവൻ മർച്ചൻ്റ് നേവിയിൽ പഠിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ എവിടെയോ പുറത്ത് US വരെ അതിൻ്റെ കപ്പലിൽ കഴിഞ്ഞ ദിവസം മരുന്നിന് വേണ്ടിയിട്ട് തന്നെ അയച്ചിരുന്നു. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് യങ് പേഷ്യൻ്റാണ്, യങ്ങാണ്, ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നതാണ്, വളരെ ആക്റ്റീവാണ്, കൊച്ചു പയ്യൻ, ബെല്ലി ഫാറ്റ് ഒന്നുമില്ല, വേറെ ഒരു റിസ്ക് ഫാക്ടറും ഇല്ല. ബട്ട് ഹി ഡെവലപ്ഡ് ദിസ് തിങ്. അതിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അതിൽ ലോങ് സെഗ്മെൻറ്റ് ബ്ലോക്ക് ആയിരുന്നു ഉള്ളിലേക്ക്. ആദ്യം പറഞ്ഞ ജിം ഡെത്ത്സ് ഒഴിവാക്കാൻ, ഐ മീൻ ബേസിക്കലി ഒരുപാട് നമ്പേഴ്സ് കൂടി, നമ്മൾ പല റീസൺസും ഉണ്ട്. ഈ ഒഴിവാക്കുക അല്ലെങ്കിൽ എങ്ങനെ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ജിമ്മിൻ്റെ ഒന്ന് ഒരു മെഡിക്കൽ ചെക്കപ്പ് നല്ലതാണ്. അതായത് ലോങ് ക്യൂറ്റി സിൻഡ്രോം, ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി, ഇങ്ങനത്തെയുള്ള സഡൻ ഡെത്ത് ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് എക്കോയും ECG എടുത്താൽ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിവിയർ എക്സസൈസ്, ഈവൻ സ്പോർട്സിന് പോകുന്നവർ അല്ലെങ്കിൽ അത്ലറ്റ്സ്, ഈവൻ ഇത് ജിമ്മിൽ റെഗുലറായിട്ട് പോയി ഹെവി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിന് മുമ്പ് ഒരു ടെസ്റ്റ്, ഒരു കാർഡിയോളജി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞാൽ പനി കഴിഞ്ഞിട്ട് ഇപ്പോൾ കോവിഡ് വന്നൊരു ഉള്ളവർക്ക് വീണ്ടും അടുത്തൊരു ഫീവർ, മേ ബി കോവിഡ് എപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഒരു കോവിഡ് തന്നെയാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറൽ ഫീവർ ആയാലും അത് കഴിഞ്ഞുള്ള അതിൻ്റെ കൺവാലസൻറ്റ്, അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന പീരീഡിൽ ഇവർക്ക് ഒരു എൻഡോത്തീലിയൽ ഈ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ഫോർമേഷനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ് റിക്കവർ ചെയ്യുന്ന പീരീഡിൽ സ്ലോ ആയിട്ട് ജിം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ആൻഡ് സ്ലോലി ഗോ അപ്പ് ഓവർ എ പീരീഡ് ഓഫ് 2 to 3 weeks. അതല്ല പെട്ടെന്ന് സഡനായിട്ട് വീണ്ടും പോയി ഒരു പനിയൊക്കെ കഴിഞ്ഞൊരിക്കലും ചെയ്യരുത്. അപ്പോൾ പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ഡോക്ടർ, ഈ അതുപോലെ സ്മോക്കിംഗ് പണ്ടൊരു വലിയ റീസൺ ആയിരുന്നു അതെ ഹാർട്ട് ഡിസീസസ് വരാനായിട്ട്. ഓവർ ദ പീരീഡ് സ്മോക്കിംഗ് കുറഞ്ഞു എന്നാണ് പൊതുവേ നമ്മുടെ ഒരു അസസ്മെന്റ്. അതെ. അപ്പൊ അങ്ങനത്തെ കേസസും കുറഞ്ഞു കാണുമല്ലോ. സ്മോക്കിംഗ് കുറഞ്ഞു, പക്ഷേ കേസ് കുറഞ്ഞില്ല. അപ്പോൾ സ്മോക്കിംഗ് കൊണ്ട് മാത്രമല്ല, മേ ബി ആൽക്കഹോൾ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആർ പ്ലേയിങ് എ പാർട്ട്. ഈ സ്മോക്കിങ്ങിന് പകരമായിട്ട് വെയ്പ്പിംഗ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് സ്മോക്കിങ്ങിന് വിഡ്രോ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നിർത്താൻ പറ്റാതെ അതിൽ സ്റ്റക്ക് ആവുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഈ വെയ്പ്പിങ്ങും എങ്ങനെയാണ്? വെയ്പ്പിംഗ്, സിഗരറ്റ് എല്ലാം ആഡ്സ് ടു ദ റിസ്ക് ആണ്. അതാണ് ഒരു സെയിം റിസൾട്ട് ആണ്. അതെ, സെയിം അല്ല, പക്ഷെ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് എനിക്കറിയില്ല എക്സാക്ട്ലി. ബട്ട്
വെയ്പ്പിങ് ആസ് വെൽ ആസ് ഈ സിഗരറ്റും ഇതിന് ആഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.